രൂത്ത്, മോബാബ്യ സ്ത്രീയായ രൂത്ത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ നിഴലിൽ അഭയം തേടി വന്ന അഭയാർത്ഥി. 4 അധ്യായങ്ങളുള്ള ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തെ 5 വാക്യങ്ങൾ വംശാവലിയുടെ ഒരു ഭാഗമാണ്. അത് തീരുന്നത് ഇങ്ങനെയാണ്: ഓബേദ്, അതായത് രൂത്തിന്റെ മകൻ, ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. അപ്പോ രൂത്തിന്റെ പുസ്തകത്തിന്റെ മർമ്മം എന്താണ്? ദൈവത്തിന്റെ പർപ്പസ് നിർവഹിക്കാൻ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. നമ്മുടെ ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ്. അത് റോഡിൽ കൂടെ പോകുന്ന ഒരു ഗൾഫുകാരൻ വഴിയരികിയിരിക്കുന്ന ഒരു പിച്ചക്കാരൻ എറിഞ്ഞു കൊടുക്കുന്ന പോലെയല്ല, അപ്പൻ മകന് കൊടുക്കുന്ന പോലെ, യജമാനൻ ഇഷ്ടദാസന് കൊടുക്കുന്ന പോലെ മഹത്വത്തോടെ കൊടുക്കുന്നു. ഒരു സമൂഹത്തിന്റെ കടം ഒറ്റയ്ക്ക് വീട്ടാൻ ഒരു സ്ത്രീ. സഹോദരിമാർക്ക് അഭിമാനിക്കാം. എന്താണ്? ഒരു കുടുംബത്തിന്റെ കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിയും. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ വഴി വന്ന കുടുംബത്തിലെ ശാപങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നെങ്കിൽ കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയതുപോലെ ദൈവസഭയെ നിങ്ങൾ അഭയമാക്കുകയാണെങ്കിൽ കടം നിങ്ങൾക്ക് വീട്ടാം. ഈ സ്ത്രീ വീട്ടി, മഹത്വത്തോടെ വീട്ടി. മോബാബ്യർ, ശാപഗ്രസ്തർ, അഴുക്ക് പിടിച്ചവരെന്ന് പറയുന്ന നാടൻ ഭാഷയിൽ പറയാം. ലോത്തിന്റെ മക്കൾക്ക് വന്ന തെറ്റ് ഇവിടെ പരിഹരിക്കാൻ കർത്താവ് ഒരു അവസരം കൊടുത്തു. ആ അവസരം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ബോബസിന്റെക്ക് ചെല്ലുമ്പോൾ ബോബസ് പറയുന്നത്, ദാസിയോട് യജമാനൻ പറയണം, നീ കാണിക്കുന്ന ദയ മുമ്പ് കാണിച്ച ദയേക്കാൾ വലുത്. ധനവാന്മാരോ ദരിദ്രന്മാരോ ആയ യൗവനക്കാരുടെ അടുക്കെ പോകാതെ ഇപ്പോൾ വീണ്ടെടുപ്പുകാരനായ എൻ്റെ അടുക്കൽ വന്നതുവഴി നീ കാണിച്ചിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യം ഒരു കുലത്തിന്റെ, സമൂഹത്തിന്റെ കടം മഹത്വത്തോടെ വീട്ടാൻ ദൈവം ഉപയോഗിച്ചു. ഈ കഥ പരിശോധിച്ചാൽ നമുക്കറിയാം. തുടങ്ങുന്ന ഇങ്ങനെയാണ്: ബത്ലഹേമിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ കാശുള്ളായിരുന്ന, ധനവാനായിരുന്ന ആൾക്കാരെന്ത് ചെയ്യും? ക്ഷാമം വരുമ്പോൾ ക്ഷാമമില്ലാത്ത ദേശത്തേക്ക് പോകും. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നല്ല ചൂടുള്ള സമയം വരുമ്പോൾ അവിടെ ഓൾറെഡി AC ഉള്ള വീടുകളാണ്, കാറുകളാണെങ്കിൽ പോലും ധനവാന്മാർ നേരെ ലണ്ടനിലോട്ട് പോകും, അമേരിക്കയ്ക്ക് പോകും, യൂറോപ്പിലേക്ക് പോകും. അവിടെ സുഖമായി വസിക്കും. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലെ ചൂട് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. ഇതുപോലൊരു പ്ലാനിലെ സമ്പന്നനായ എലീമേലെക്കും ഭാര്യ നവോമിയും പുത്രന്മാരായ മഹ്ലോൻ, കില്യോൻ എന്നിവരും മോബാബിലേക്ക് പോയി അവിടെ ചെന്ന് താമസിച്ചു. ബാക്കി ചരിത്രമൊന്നും പരിശുദ്ധാത്മാവ് എഴുതിയില്ല ഇവരവിടെ എന്ത് ചെയ്തെന്ന്. പക്ഷെ നമ്മൾ കാണുന്നത് ആദ്യം എലീമേലേക്ക് മരിച്ചു, പിന്നെ പുത്രന്മാർ അവിടുന്ന് വിവാഹം കഴിച്ചു. പിന്നെ ഒരു ട്രാജഡി ആ കുടുംബത്തിനുണ്ടാകുന്നത്, ഈ 2 ആൺമക്കളും ഒരുപോലെ മരിച്ചുപോയി. അതോടുകൂടി ധനവാന്മാർ എന്ന പദവിയിൽ നിന്ന് ഇവർ ദരിദ്രന്മാർ എന്ന പദവിയിലേക്ക് താഴാനിടയായി. നമുക്ക് ഊഹിക്കാം, ഇവരവിടെ പോയി ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രായാധിക്യം കൊണ്ടോ എന്തോ വീട്ടിലെ കാർന്നവരങ്ങ് മരിച്ചുപോയി. മക്കൾ കല്യാണം കഴിച്ചു. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ വല്ല പകർച്ചവ്യാധിയോ അതുപോലെ വന്ന അവസരത്തിൽ ഈ 2 മക്കളും ഒരുപോലെ മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിസിനസ്സിൽ പൈസ ഒക്കെ ഇറങ്ങി കാണും. 3 ആണുങ്ങളും പോയി. അങ്ങനെ ധനവാന്മാരായിരുന്നവർ ദരിദ്രരായി. അപ്പോഴാണ് ഇവർ കേൾക്കുന്നത്, നമ്മുടെ നാട്ടിൽ കർത്താവ് സന്ദർശിച്ചിരിക്കുന്നു, അവിടുത്തെ ക്ഷാമം മാറി. അങ്ങനെ ഇവർ തിരിച്ചു പോരുകയാണ്. ആ തിരിച്ചു പോരുന്ന സമയത്താണ് നിർണായകമായ ഒരു തീരുമാനം രൂത്ത് എന്ന് പറയുന്ന മോബാബ്യ സ്ത്രീ എടുക്കുന്നത്. ആ തീരുമാനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, 2 മരുമക്കളും ഇവളെ സ്നേഹിക്കുന്നു. 2 പേരും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കരഞ്ഞു. 2 പേരും പറയുന്നു, ഞങ്ങൾ നിന്റെ കൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ വരുന്നു. പക്ഷേ നവോമി വളരെ കുലീനയായ ഒരമ്മച്ചി. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോക്കോ. സ്വാഭാവികമായിട്ട് ഈ സഹോദരിമാർ നല്ല ധനവാന്മാരുടെ മക്കളായിരുന്നിരിക്കണം. ഓർപ്പ എന്ന് പറയുന്ന മരുമകൾ തിരിച്ചുപോയി. അപ്പോഴാണ് ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. രൂത്തിനോട് നവോമി പറയുകയാണ്, നോക്കിക്കേ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. 1:16 രൂത്ത് നിർണായകമായ അക്കാര്യം പറയാണ്, നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ തുടക്കത്തിലേ കണ്ടു, ഒരു കാരണവര്, അയാളെ യൗവനക്കാരായ മക്കൾ, പിന്നെ മരുമക്കൾ, ഒരമ്മച്ചി. പക്ഷേ നായകൻ വെളിപ്പെടുകയാണ്, യഹോവ.
ബോവസിലേക്ക് വരുമ്പോൾ ബോവസ് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ നിഴലിൽ അഭയം തേടി വന്നവളെ, ഈ ദൈവത്തിനെ കണ്ടുകൊണ്ട് വന്നാൽ, ഈ ദൈവത്തിന്റെ ജനത്തെ സ്നേഹിച്ചാൽ അത് നന്മയാണ്. കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ മഹത്വത്തോടെ ഒരു വിടുതലായിരിക്കും. യേശു കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്താൽ, ആ വെള്ളം കൊടുക്കുന്നുള്ള അർത്ഥമാണ് നിങ്ങൾ പോകുമ്പോൾ തള്ളിയിടാതിരുന്നാൽ മതി, ഉപദ്രവിക്കാതിരുന്നാൽ മതി. നല്ല വാക്ക് സുവിശേഷകന്മാരോട് പറയണം, അവരുടെ പ്രാണനെ തണുപ്പിക്കണം. സദൃശ്യവാക്യങ്ങൾ പറയുന്നു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഈ ദൈവജനത്തെ ഒന്ന് തണുപ്പിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മക്കൾക്ക് ഹോസ്റ്റലിൽ തണുപ്പ് കിട്ടും, ജോലി സ്ഥലത്ത് തണുപ്പ് കിട്ടും. ഈ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ AC റൂമിൽ വിയർക്കുന്നെന്ന് നമ്മുടെ പിള്ളേർ, ഇംഗ്ലീഷുകാരും കൊറിയക്കാരൊക്കെ ചൂടാകുന്നെന്ന്, ഷൗട്ട് ചെയ്യുന്നെന്ന്. തണുപ്പ് കിട്ടണമെങ്കിൽ തണുപ്പിക്കണം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദൈവജനത്തെ തണുപ്പിക്കുക, പ്രതിഫലം പ്രാപിക്കുക. ഈ ഭൂമിയിൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ വിതയ്ക്കണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആത്മീയമായി വിതയ്ക്കണം. രൂത്ത് ഭൂമിയിലും വിതച്ചു, ആത്മീയമായും വിതച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് രൂത്ത് അമ്മായിയമ്മയുടെ കൂടെ വരുന്നു. അവർ ബത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകി എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഇളകി എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് പിന്നീട് എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലാണ്. യേശു യെരുശലേമിലെത്തിയപ്പോൾ, കഴുതപ്പുറത്തെത്തിയപ്പോൾ പട്ടണം മുഴുവൻ ഇളകി. ഇവൻ ആര്? ഇവൻ നസറത്തിലെ പ്രവാചകനായ യേശു. ഇവിടെ ഇതാ അവന്റെ വലിയമ്മച്ചി ബത്ലഹേം വരെ നടന്നു വന്നപ്പോൾ പട്ടണം മുഴുവൻ ഇളകി. കർത്താവിന്റെ ചിറകിൽ നിഴലിൽ അഭയം തേടി വന്ന സഹോദരി, അവളുടെ അമ്മായിയമ്മ, അവർ കുറച്ചു കാലം സാധാരണക്കാരെ പോലെ ജീവിച്ചു. പിന്നീട് അത്ഭുതകരമായ ഒരു വിടുതലുണ്ടാകുന്നു. അവൾ ഏത് വയലിന്റെ ഉടമയായോ ആ വയലിൽ അവൾ ദാസിയായിട്ട് വേല ചെയ്തു. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ വന്ന യഥാർത്ഥത്തിൽ കിട്ടുന്നത് കുറച്ചായിരിക്കും. കർത്താവിന് വേണ്ടി നമ്മൾ വന്നാൽ കർത്താവ് നമ്മളെ അവകാശിയാക്കും. യാക്കോബിന്റെ ലേഖനം അതാണ് പറയുന്നത്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യാതെ, ദൃഷ്ടി സേവയാൽ ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ യജമാനൻ വരുമ്പോൾ ഭയങ്കര തട്ടും മുട്ടും, ഭയങ്കര പണി, അയാൾ പോകുമ്പോൾ അവിടെ ചാരിയിരുന്ന് വർത്താനം പറയുക, മൊബൈൽ കാണുക, ഒരു കൂറില്ലാതിരിക്കുക. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയോട് കൂറുള്ളവരായിരിക്കും, ആത്മാർത്ഥത കാണിക്കുക. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുക. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ ജനത്തിന്റെ, ദൈവജനത്തിന്റെയും മറ്റു ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കിട്ടുന്നത്? കൂലി മാത്രമല്ല, അവകാശം എന്ന പ്രതിഫലം തരും. ഇതാൾക്കാർക്ക് അറിയില്ല, കാരണം അത് ഉടനെ കിട്ടുന്നതല്ല. അതൊരു PF പോലെയാണ്, ശമ്പളത്തിന് കൂടെ കിട്ടത്തില്ല. ലാസ്റ്റ് ഒന്നിച്ച് കിട്ടും. രൂത്തിന് കിട്ടി, ഒന്നിച്ച് കിട്ടി. അവൾ ദാസിയായി ജോലി ചെയ്ത വയലിൽ അവളുടെ മസ്തിയായി. ബാല്യക്കാരത്തികളുടെ കൂടെ ജോലി ചെയ്തു. ആ ബാല്യക്കാരത്തിക്ക് യജമാനത്തിയായി അവൾ. അപ്പൊ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഇത്തിരി കഷ്ടപ്പാടൊക്കെ തരുന്നേ? ഉത്തരവുണ്ട്, ബൈബിളിൽ തന്നെ ഉണ്ട്. സദൃശവാക്യങ്ങൾ പറയുന്നു, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടാക്കാൻ, ഒരു ഭൂമികൾക്ക് ഉണ്ടാക്കാൻ കർത്താവിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വിശുദ്ധന്മാരെ ഒരു ആത്മീയ പക്വതയിലേക്ക് നടത്തുന്നത്. നിങ്ങൾക്ക് ദൈവം വലിയ കാര്യങ്ങൾ തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇത്തിരി ഡിലേ ആകും. പെട്ടെന്ന് അവകാശങ്ങൾ സ്വന്തമാക്കുന്നവരെ ഓർത്തും, ധനവാന്മാരാകുന്നവരെ ഓർത്തും, അധികാരികളാകുന്നവരെ ഓർത്തും നിങ്ങൾ ഭയപ്പെടണ്ട. ക്ഷമയോടെ കർത്താവിന്റെ കൈക്കീഴിൽ താണിരിപ്പിൻ തക്ക സമയത്ത്, എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മെച്യൂരിറ്റി വന്നു കഴിയുമ്പോൾ നിങ്ങളെ സാമ്പത്തികമായും ആത്മീയമായും അവൻ അനുഗ്രഹിക്കും. ക്രിസ്തുവിന്റെ വംശാവലിയിൽ പേരെഴുതും. ക്രിസ്തുവിൽ ഓഹരി തരും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ക്രിസ്തുവിൽ നിങ്ങൾ മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ സ്വന്തം ജനം. നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാഞ്ഞവർ ഇപ്പോൾ ബന്ധമുണ്ട്. വാഗ്ദത്തത്തിൽ പങ്കാളി, ഏക ശരീരസ്ഥർ, ക്രിസ്തുവിൽ കൂട്ടവകാശി. ചെറിയ കാര്യത്തിനൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്, വലുതിനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഗുരുത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ പഠിക്കാം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അവകാശമെന്ന പ്രതിഫലം തന്നു നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.